ആഹാ, അരി തീർന്നോ? 10 കിലോ അരി ഇത്ര പെട്ടെന്ന് അങ്ങ് തീർന്നല്ലേ? അമ്മ 1 മാസമായില്ലേ 10 കിലോ അരി മേടിച്ചിട്ട്. ഇത്രയും ദിവസം നിന്ന് തന്നെ വലിയ കാര്യമേ. പിന്നെ ചോറ് ഞാൻ ഒരു വറ്റ് പോലും കളയാറില്ല. വെക്കുമ്പോൾ ഇച്ചിരി ബാക്കിയുള്ളത് ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജ് വെച്ച് പിറ്റേ ദിവസം തിളപ്പിച്ച് വെച്ച് ഞാൻ കുടിക്കണേ. അത്രയും പിശുക്കിയിട്ടാ ഇത്രയും കിലോ. അയ്യോ, പിശുക്കിൻ്റെ കാര്യമൊന്നും നീ പറഞ്ഞേക്കല്ലേ. നിനക്ക് നല്ല ദൂർത്തുണ്ട്. നീ ഒരു മാസം തന്നെ എത്ര സാധനങ്ങൾ രണ്ടാമത് മേടിക്കണത്? വെളിച്ചെണ്ണ, പഞ്ചസാര, അത് ഇത് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കും. നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വെച്ചേക്കണമല്ലോ. എൻ്റെ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ വീട് മുന്നോട്ട് കൊടുത്തത്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി കേട്ടോ. എന്താ എന്ത് പറ്റി? ഇനിയിപ്പോൾ അതെന്താ? എനിക്ക് വയറുവേദനയാണ്, പീരിയഡ്സ് ആയിട്ടുണ്ട്. ഓ, അതാണ്. അമ്മ, ഞാൻ പറയാനിരിക്കുമായിരുന്നു, എനിക്ക് പാഡ് വാങ്ങണം. പൈസ. ആഹാ, പാഡ് മാത്രമേ വെക്കത്തുള്ളൂ. വേണേ വല്ല തുണിയെടുത്ത് മടക്കി വെക്കാൻ നോക്ക്. വലിയ കൊമ്പത്തെ രീതികളാ. തുണി ഭയങ്കര ബുദ്ധിമുട്ടാമ്മ. നടന്നിക്കുമ്പോൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടുക. ആഹാ, തുണി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങോട്ട് സഹിച്ചോ. എൻ്റെ മോൻ്റെ കഷ്ടകാലത്തിൽ അവനൊരു ആക്സിഡൻറ്റ് പറ്റി അവനവിടെ ഇരിക്കുക. 1.5 കൊല്ലം കഴിയണം അവന് മര്യാദയ്ക്കൊന്ന് നടന്ന് ഒരു ജോലിക്കൊക്കെ പോകണമെങ്കിൽ. അതുവരെ എൻ്റെ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ വീട് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലാണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടില്ല കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ ഓർപ്പിക്കുന്നതാണ്. നീ എൻ്റെ മോൻ ജോലിക്ക് പോകുന്ന കാലത്ത് നീ നല്ലോണം അവനെ ഊറ്റി കുറേ ദൂർത്ത് നടത്തുന്നുണ്ട്. അത് മേടിച്ച് ഇത് മേടിച്ച് അവൻ്റെ പൈസ മൊത്തം തീർന്ന് അങ്ങനെയാണ്. അതുകൊണ്ട് അവൻ്റെ ഇപ്പോൾ 10 പൈസയില്ലാത്ത ഉള്ള കാശ് മൊത്തം നീ ചിലവായിപ്പിച്ചു. അതെന്തായാലും ഇനി ഇവിടെ നടക്കത്തില്ല. അയ്യോ, പൂങ്കണ്ണീരൊന്നും ആരും ഒഴുക്കണ്ട. ഉള്ളത് കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഓ, എന്താ അമ്മോ, എന്തിനാ നീ കരയണേ? ഓ, ഞാൻ കരയുന്ന കാര്യം പ്രത്യേകം ചേട്ടന് പറഞ്ഞു തരണ്ടോ? എനിക്ക് മടുത്തേട്ടാ. ഒരു സ്വാതന്ത്ര്യമില്ല. സത്യം പറഞ്ഞാൽ എവിടത്തേക്കിലും ഒന്ന് ഇറങ്ങി പോകാൻ തോന്നുക. എന്തിന് ഈ കുറ്റം കേട്ട് മടുത്ത്. അരി തീർന്നാൽ കുഴപ്പം, വെളിച്ചെണ്ണ തീർന്നാൽ കുഴപ്പം, അതിന് കുറ്റം ഇതിന് കുറ്റം, മടുത്ത്. എനിക്കിങ്ങനെ വയ്യാതായത് നിന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ വായിച്ചത്. പിന്നില്ലാതെ. ചേട്ടന് ഇനി എന്തായാലും ഒരു 1.5 വർഷം എടുക്കും ഒരു സാധാരണ ജീവിതം പോലെ ആവാൻ, മര്യാദയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കാൻ. പക്ഷെ അതുവരെ അമ്മയുടെ കുത്തുവാക്ക് കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പറ്റണില്ല എനിക്ക് പീരിയഡ്സ് ആയിരിക്കുക. ഒരു പാഡ് വാങ്ങിക്കാൻ ഞാൻ അമ്മയോട് പൈസ ചോദിച്ചു. എൻ്റെ 10 പൈസ എടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചത്. അതിന് അമ്മ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞതെന്നറിയോ? ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അല്ല, നീ അന്നൊരു ഇൻ്റർവ്യൂവിന് പോയില്ലായിരുന്നോ? അതിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? ഇല്ല ഏട്ടാ, ഒന്നും അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നീ വിഷമിക്കാതിരിക്കുക. നിൻ്റെ അവസ്ഥ ദൈവം കാണാതിരിക്കില്ല. എന്തെങ്കിലും ഒരു മാർഗം ദൈവം കാണിച്ചു തരും. ആ, ദൈവത്തിൽ മാത്രമേ എനിക്കും പ്രതീക്ഷയുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വയ്യ. ഞാൻ അടുത്ത പണിയൊന്നും ചെയ്യട്ടെ. ഇനി ഇവിടെ വന്നിരിക്കണ കണ്ടു കഴിഞ്ഞാൽ അതിനും ബാക്കിയേക്കും. മായേ, മായേ, ഇതെന്തത്? നിന്റെ പേരിൽ വന്നയാളല്ലോ പോസ്റ്റ്മാൻ കൊടുത്തന്നെ. ഒപ്പിട്ടൊക്കെ മേടിച്ച് നോക്ക്. എന്താ അത്ര സന്തോഷം? എന്തായാലും ലോട്ടറി അടിച്ചെന്നാണോ അതിൽ എഴുതിയേക്കുന്നത്? അല്ല, ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കണമല്ലോ. അതിന് കാശ് വേണമല്ലോ. അതിന് നിൻ്റെ അവിടുത്തെ പൈസ അത് ഞാൻ തന്നിട്ട് വേണ്ടേ? കണ്ട, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? നിനക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഫാൻ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് വന്നൂടെ? കറണ്ട് ബില്ല് ഇത് എന്തോരം വരണമെന്ന് വല്ല ബോധമുണ്ടോ? എൻ്റെ പെൻഷൻ കാശ് കൊണ്ട് ഈ വീട് മുന്നോട്ട് പോകണത്. ഞാനാണ് ഇവിടെ ചിലവാക്കണത്. അതുകൊണ്ട് എനിക്ക് നല്ല ദണ്ണമുണ്ട്. നിനക്ക് എന്തിനാ ചിന്തിക്കണം? നിൻ്റെ ഓട്ടോക്കാരൻ തന്ന ഇവിടെ കെട്ടുകണക്കിന് കാശ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇഷ്ടം പോലെ ചിലവാക്കാം. അമ്മ, ഞാൻ ചെയ്ത് തെറ്റിന് എന്തിനാ എൻ്റെ വീട്ടുകാരെ പറയുന്നത്? വീട്ടുകാരെ തന്നെ പറയും. വീട്ടുകാർ പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഓരോ ശീലങ്ങൾ. അല്ല, അതൊക്കെ പഠിച്ചിട്ട് ആ കത്തിലെന്താണ്? ഇതെൻ്റെ ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്, വേറൊന്നുമല്ല. ജോലിയോ? അതിന് നീ അത് അപേക്ഷിച്ചിട്ടുണ്ട്? അമ്മയ്ക്കിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ M.Ed കഴിഞ്ഞാണ്. ഇവിടെ അടുത്തുള്ള 2 സ്കൂളുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവും കഴിഞ്ഞു 2 ആഴ്ച മുന്നേ. അല്ല, ആര് പറഞ്ഞു നിന്നോട് ജോലിക്ക് പോകാൻ? നീ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്? അല്ല, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് മരുമക്കൾ ജോലിക്ക് പോകണത് എനിക്കിഷ്ടമല്ലെന്ന്. നീ എൻ്റെ വാക്ക് കേൾക്കാണ്ട്
ജോലിക്ക് അപേക്ഷ കൊടുത്തല്ലേ? അതല്ല, ഇതിന് മുന്നേ ജോലിക്ക് പോകണ കാര്യം ഞാൻ പല പ്രാവശ്യം വിലക്കിയിട്ടുള്ളതാ. അല്ല, ഞാനറിയാതെ നീ എപ്പോഴും ഇതിന് ഇൻ്റർവ്യൂവിനൊക്കെ പോയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച സാധനം മേടിക്കാനാന്ന് പറഞ്ഞ് ഞാൻ പോയത് ഇൻ്റർവ്യൂവിനായിരുന്നു. ചെടി ഭയങ്കര, നീ ആള് കൊള്ളാലോ, ആരും അറിയാതെ ഇൻ്റർവ്യൂവിനൊക്കെ പോയേക്കുന്നത്. നാണം കെട്ടവളെ, നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ അടി പഠിപ്പിച്ച് വിട്ടേക്കുന്നത്. വീട്ടുകാരൊന്നും അറിയാണ്ട് സ്വന്തം ഇഷ്ടത്തിന് നടക്കുക. ഇങ്ങനെയാണെങ്കിൽ നീ എൻ്റെ വയ്യാത്ത നടക്കണം മോനെ വിട്ടിട്ട് കണ്ടവന്മാരോടെ പോകുന്നുണ്ടാവുമല്ലോ ഞങ്ങൾ അറിയാണ്ട്. രാത്രി ആരെങ്കിലുമൊക്കെ വിളിച്ച് കയറ്റുണ്ട് അവിടെ. എന്തും ആവാമല്ലോ, അവനൊന്നും പറ്റത്തില്ലല്ലോ, അവന് വയ്യാണ്ട് കിടക്കുകയല്ലേ. ഈ പോക്കാണെങ്കിൽ കണ്ടവൻ്റെ കുഞ്ഞിനെ നീ വയറ്റിലാക്കോട്ട് വരുമല്ലോടി. നിർത്തിക്കോ, ഇനി മേലാൽ ഇമ്മാതിരി ചീഞ്ഞ വർത്താനം എൻ്റെ അടുത്ത് സംസാരിക്കരുത്. നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? ഇത്രയും തരം താഴ്ന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാൻ തോന്നി? ഞാൻ ഇൻ്റർവ്യൂവിന് പോയതും ഈ ജോലിക്ക് അപേക്ഷ കൊടുത്തതും ചേട്ടനോട് പറയട്ടാ. ചേട്ടനെല്ലാം അറിയാം. അതിൽ കൂടുതൽ വേറെ ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനില്ല, ഇവിടെ ഞാൻ നിൽക്കാനും ഇല്ല. എനിക്ക് ഈ ജോലി കിട്ടിയേക്കണ സ്കൂളിൻ്റെ അടുത്ത് ഞാനൊരു വാടക വീട് എടുക്കാൻ പോവാം. ഞാൻ ചേട്ടനെയും കൊണ്ട് പോവും, ഞാൻ മാറും. നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ പണി ഞാൻ വിട്ടു തരത്തില്ല. അവന് ഞാൻ കൊണ്ട് സമ്മതിക്കത്തില്ല. എൻ്റെ ഭർത്താവിനെ നോക്കാൻ എനിക്ക് വേറെ ആരുടെയും സമ്മതമൊന്നും വേണ്ട. ഈ വയ്യാതായ സമയം മുഴുവൻ ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കിയത്. ഒരു ഗ്ലാസ് വെള്ളം പോലും ചേട്ടൻ എടുത്ത് കൊടുത്തിട്ടില്ല അമ്മ. അതുകൊണ്ട് ആ വർത്താനമൊന്നും വേണ്ട. ഞാൻ കൊണ്ടുപോകും. ഇനിയും ഞാൻ തന്നെ നോക്കിക്കോളാം. ഇത്രയും കാലം നോക്കി എനിക്ക് ഇനിയും നോക്കാനറിയാം.